അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കൃഷ്ണപ്രിയ. കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം വീഡിയോസൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു നമ്മുടെയൊക്കെ. ഇപ്പം മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് ഇപ്പോൾ നോർമലായി വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഞങ്ങളും ഫ്ലഡിലൊക്കെ പെട്ടതാണ്. ഞാൻ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയത്തായിരുന്നു ഫ്ലഡൊക്കെ. അപ്പം അതൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. പക്ഷെ ഞാൻ സേഫായിരുന്നെങ്കിലും ഞങ്ങളുടെ വീടൊക്കെ ഫുള്ള് മുങ്ങി. അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ ക്യാമ്പ്സിലായിരുന്നു. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചെമ്മീൻ മസാലയാണ്. ഇത് ഞാൻ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഉണ്ടാക്കിയത്. അതിൻ്റെ വീഡിയോ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തത്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ചാണ്. വലിയ മുഴുത്ത കൊഞ്ചായതുകൊണ്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. എങ്കിലേ മസാലയൊക്കെ അതിന് പിടിച്ച് വരത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 6-7 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 10-12 ഇതള് ചുവന്നുള്ളിയും ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്. ഒരു ഇടത്തരം വലിപ്പമുള്ള തക്കാളി, അത്ര പഴുത്തതല്ല, പക്ഷെ നല്ല പഴുത്ത തക്കാളി കിട്ടാഞ്ഞിട്ടാണ് കേട്ടോ. നിങ്ങൾ നല്ല പഴുത്തമുണ്ടോ അതെടുത്താൽ മതി. ഇപ്പം ഞാൻ ഇതൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ചതച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. അതുകൊണ്ട് അപ്പോൾ കുഞ്ഞുള്ളി കുറച്ചും കൂടി ആവാൻ കിട്ടും. എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തുള്ളൂ. അപ്പം ഞാൻ സംഭവം ചതച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ സംഭവം ഉണ്ടല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിക്കകത്തിട്ട് ഗ്രൈൻഡ് ചെയ്യാം. കാരണം ഇച്ചിരി കൂടി ചെറുതായിട്ട് വേണം. അപ്പം ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൺചട്ടിയാണ്. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഒരു നുള്ള് ഉലുവ പൊട്ടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആ വീഡിയോ ക്ലിപ്പ് ഇവിടെ മിസ്സായി. ഉലുവ പൊട്ടി തുടങ്ങിയ ഉടനെ ഞാൻ കുഞ്ഞുള്ളി ചതച്ച് വെച്ചിരുന്ന കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കുഞ്ഞുള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാവേ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതിയിലാട്ടോ, ഞാൻ വീട്ടിലുണ്ടാക്കുന്ന എൻ്റെ രീതിയിലുള്ള ഒരു കുഞ്ഞു മസാലയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം ഞാനൊരു 3-4 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനത് നേരത്തെ എടുത്ത് വയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ ഒരു 4 കഷ്ണം വലിയ എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കരിവേപ്പില എൻ്റെ കയ്യിലില്ല, വളരെ ദാരിദ്ര്യമായിപ്പോയി. കരിവേപ്പില വാങ്ങാൻ മറന്നുപോയി. അപ്പോൾ ഉള്ള കരിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇച്ചിരി ഏറെ ഇട്ടോ കേട്ടോ, ഒരു 3-4 ഇതെല്ലാം ഇട്ടാൽ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം വഴന്ന് വന്നപ്പോഴത്തേനും ഞാൻ ആ സവാള അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. അപ്പോൾ സവാള ഒന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ എണ്ണ നിങ്ങളുടെ ഇച്ചിരിയും കൂടെ വേണമെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പ് വിതറി കൊടുത്തിട്ട് ഈ സവാള ഒന്ന് മൂടി വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ എൻ്റെ മോൻ സായിക്കുട്ടൻ ഉറക്കമാണ്. അവൻ എണ്ണിക്കുന്നതിന് മുമ്പ് ഷടപെടാമെന്ന് എനിക്ക് കൊഞ്ച് മസാല റെഡിയാക്കണം. അപ്പോഴത്തേനും ചേട്ടനും ഓഫീസിൽ നിന്ന് വരും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സംഭവം. അപ്പോൾ ഇവൻ രാവിലെ എണീച്ച് കഴിഞ്ഞിട്ട് ഒരു 11:30 ആകുമ്പോൾ വീണ്ടും ഒരു ചെറിയ ഉറക്കം ഉറങ്ങും. അപ്പോൾ അന്നേരമാണ് എൻ്റെ പരിപാടി. അപ്പം നമ്മുടെ ഉണ്ടോ ഈ ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചപ്പോഴത്തേനും സവാള ഒന്ന് വഴന്ന് കിട്ടി. ഒത്തിരി അങ്ങ് വഴലേണ്ട ആവശ്യമില്ല, ഒരുവിധം ഒന്ന് വഴന്നാൽ മതി. അപ്പോൾ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. മഞ്ഞൾപ്പൊടി കൂടിയൊക്കെ കഴിക്കും. അപ്പം മഞ്ഞൾപ്പൊടി ഇടുമ്പം എപ്പോഴും വളരെ കുറച്ചിടുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ ആദ്യമേ ചേർത്ത് കൊടുക്കുക. ഇനി വേണമെങ്കിൽ നമുക്ക് കൂടെ വേണമെങ്കിൽ ഇച്ചിരി കൂടെ നിറം വേണമെങ്കിൽ ചേർക്കാം. അപ്പം ഞാനൊരു 3/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. അപ്പം ഞാൻ ടേബിൾ സ്പൂൺ അല്ലേ മുളക് പൊടിക്ക് പറഞ്ഞത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും നമുക്ക് ഇച്ചിരി ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനൊരു ടീസ്പൂൺ 3/4 ടീസ്പൂൺ കേട്ടോ, ഗരം മസാല ടീസ്പൂണാണ് 3/4 ടീസ്പൂൺ. അപ്പം നമുക്ക് ഇച്ചിരി കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് ആദ്യമേ ചേർത്ത് കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഫ്ലേവറിന് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ തക്കാളി അങ്ങോട്ട് ഇട്ട് വഴറ്റാം. അപ്പോൾ തക്കാളി എന്ന് പറയുന്നത് ഇച്ചിരി കൂടി പഴുത്ത തക്കാളി ആയിരുന്നെങ്കിൽ നല്ലപോലെ വഴന്ന് വന്നതിനും. ഈ സാധനത്തിനാണ് ഒരു പുളിയുമില്ല. സത്യം പറഞ്ഞാൽ മധുരം, എനിക്ക് ഈ തക്കാളി ഇഷ്ടമല്ല. ഇവിടുത്തെ അമ്മായിലെ തക്കാളി ചില സമയത്ത് നല്ലത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. അപ്പം ഇതൊന്ന് വഴന്ന് വരണം വരെ ഞാനൊന്ന് കുത്തി ചതച്ചൊക്കെ എങ്ങനെയെങ്കിലും ഈ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഞാൻ ശകലം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഇച്ചിരി കൂടി ഒരു നിറം, ഇച്ചിരി കൂടി ഒരു റെഡിഷ്നെസ് ഇഷ്ടമാണ് എപ്പോഴും. അപ്പം ഞാൻ മല്ലിപ്പൊടിയുടെ ആളല്ല, ഇച്ചിരി മുളക് പൊടിയുടെ ആളാണ്. മല്ലിപ്പൊടിയുടെ സ്മെല്ല് അത്ര എനിക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ മല്ലിപ്പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴന്നിട്ടുണ്ട് കേട്ടോ. ഒരു വിധത്തിൽ ഞാൻ തക്കാളിയെ ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ കൊഞ്ച് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാമേ. നല്ല കണ്ടോ, കൊഞ്ചിൻ്റെ നടുക്കത്തെ നാരൊക്കെ ഞാൻ വലിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ക്ലീൻ ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ ഞാൻ അതിനൊരു വട്ടം ഇട്ട് കാണിക്കാം. അപ്പം നല്ല പെരട്ടി നമുക്ക് ഈ സംഭവങ്ങളുണ്ടല്ലോ, ഈ കൊഞ്ചിൻ്റെ മേത്തങ്ങോട്ട് തേച്ച് ദേഹമാസകലം
തേച്ചങ്ങോട്ട് പുരട്ടി പിടിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പം നമുക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ എന്താ പറയുന്നത്, കൊഞ്ചിനകത്ത് ഇഷ്ടം പോലെ വെള്ളത്തിൻ്റെ അംശമുണ്ട്. അതൊക്കെ അങ്ങോട്ട് ഇറങ്ങും. നമ്മുടെ കൂണൊക്കെ വേവിക്കുന്ന കണക്കിന് അങ്ങോട്ട് ഇറങ്ങും. ഉപ്പ് ഈ സമയത്ത് വേണമെങ്കിൽ ഇച്ചിരി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ട് എനിക്ക് ഉപ്പ് പാകമാണ്. അപ്പം ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇത് അടച്ച്, ഇപ്പം തന്നെ വെള്ളം ഇറങ്ങാൻ തുടങ്ങി. അപ്പം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഈ അടപ്പാണ് എനിക്ക് പറ്റിയത് കേട്ടോ. മറ്റേ അടപ്പ് ശരിയാവുന്നില്ല. അത് ഞാൻ താഴെയിട്ട് ചളക്കി വെച്ചേക്കുക. ഓക്കെ, ഇപ്പോൾ വെള്ളം ഒരു 3-4 മിനിറ്റ് ഞാൻ വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു അര വേവായിട്ടുണ്ട് കൊഞ്ച്. ഈ സമയത്ത് നമുക്ക് അടുക്കി പിടിക്കാതെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിനി അടച്ച് വെച്ചിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാവേ. ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കൊഞ്ചിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി കൊഞ്ച് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പുരട്ടാൻ വേണ്ടി നമുക്കൊന്ന് തുറന്ന് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഈ വെള്ളമൊക്കെ ഒന്ന് ഇച്ചിരി വറ്റി വരണം. എന്നുവെച്ചാൽ ഒരുപാടങ്ങ് വറ്റിക്കേണ്ട. കാരണം ചട്ടിക്കകത്ത് ഇത് ഒട്ടും ചാറെല്ലാം അങ്ങ് വറ്റും. അപ്പം നമ്മൾ ഒരുപാടങ്ങ് വറ്റിക്കേണ്ട. അപ്പം ഞാൻ ഈ സമയത്ത് വിനാഗിരി കാണിക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ പുളി കുറവായതുകൊണ്ട് ഞാൻ ഇച്ചിരി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അതും ശകലം പുളി തരും. അപ്പം ഇത് എല്ലാവരും ചെയ്യേണ്ട കാര്യമില്ല. നല്ല തക്കാളി ഉള്ളവർ ഈ സംഭവം ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ഒരു തുള്ളി പുളിയില്ലാത്ത തക്കാളിയാണ്, അതിൻ്റെ കൂടെ മധുരവുമാണ് തക്കാളിക്ക്. അപ്പം ഞാനൊരു ശകലം പുളിവെള്ളം, നമ്മുടെ സാധാരണ വാളം പുളിവെള്ളം ഞാൻ ഇച്ചിരി ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിനെടുത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരി പെപ്പർ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് തൂവി കൊടുക്കുന്നുണ്ട്. ഒരു ലേശം വെളിച്ചെണ്ണ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ലാസ്റ്റ് ചേർത്താലും അതിൻ്റെ ഒരു മണം അങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സംഭവം ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇച്ചിരി മല്ലിയില തൂവി കൊടുക്കും. എനിക്ക് മല്ലിയുടെ സ്മെല്ല് ഇഷ്ടമാണ്. ചിലവർക്ക് മല്ലിയില ഇഷ്ടമല്ല. അപ്പം ഞാൻ മല്ലിയില ഇച്ചിരി ഇട്ട് കൊടുക്കുവാണ്. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയപ്പോഴത്തേനും അതിൽ ഇരുന്നങ്ങ് സെറ്റായി. അപ്പം ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്, സെർവിങ് ഡിഷിലോട്ട്. അപ്പം നമ്മുടെ കൊഞ്ച് മസാല റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയുള്ള, നല്ല ടേസ്റ്റിയാണ്. വലിയ എരിവൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു കൊഞ്ച് മസാല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞാൻ ഇനിയും ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ ഞാൻ ഇടാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പം ഈയിടെയായിട്ട് മൈൻഡിനൊരു സുഖമില്ലാത്തത് കൊണ്ടാണ് വീഡിയോസൊന്നും ഇടാഞ്ഞത്. പിന്നെ മോനും ഉള്ളതുകൊണ്ടാണ്. എങ്ങനെയായാലും ഒരു 2-3 വീഡിയോ ആഴ്ചയിൽ ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. നിങ്ങളെല്ലാവരും കാണണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. അപ്പം നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, ടാറ്റാ.